നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. വ്യവസായ മേഖലയിൽ വൻ കുതിപ്പിന് വെളിച്ചം വീശി നിക്ഷേപ സംഗമം. 2700 കോടിയുടെ പദ്ധതിയാണ് എമർജിംഗ് മലപ്പുറം നിക്ഷേപ സംഗമ പദ്ധതിയിൽ അവതരിപ്പിച്ചത്. ടൂറിസം, IT, ആരോഗ്യം, കാർഷികം, ഭക്ഷ്യോൽപ്പന്നം, ടൗൺഷിപ്പ്, ഫർണിച്ചർ, ആഭരണ നിർമ്മാണം തുടങ്ങി 28 വൻകിട പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. വെട്ടം AHM LP സ്കൂൾ കായികോത്സവം ഏറെ ആവേശകരമായി. കുട്ടികളെ വിവിധ ഹൗസുകളിലായി തിരിച്ച് നടത്തിയ മത്സരത്തിൽ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് കുട്ടികൾ പങ്കെടുത്തത്. വെട്ടത്തെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമായ പഞ്ചായത്ത് സ്റ്റേഡിയം പ്രവൃത്തി ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പ്രവൃത്തി ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. പൊന്മുണ്ടം പഞ്ചായത്തിന് കീഴിലുള്ള വൈലത്തൂർ മീൻ മാർക്കറ്റിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് നാട്ടുകാർക്ക് തീരാ ദുരിതം സൃഷ്ടിക്കുന്നു. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തകർന്നതിനെ തുടർന്ന് വ്യാപാരികൾക്ക് കച്ചവടം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും സൗഹൃദവേദി തിരൂരിന്റെയും സഹകരണത്തോടുകൂടി കവിയും സാഹിത്യകാരനുമായ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടി തയ്യാറാക്കിയ രാക്ഷസ ലഹരി വിരുദ്ധ സംഗീത ആൽബം മലപ്പുറം ജില്ലാ കലക്ടർ VR വിനോദ് കലക്ടറുടെ ചേംബറിൽ വെച്ച് പ്രകാശനം ചെയ്തു. പുതുതലമുറയിലെ എഴുത്തുകാരുടെ കൂട്ടായ്മയായ ചിത്രരശ്മി എഴുത്തുകൂട്ടത്തിന്റെ സംസ്ഥാനതല സംഗമം ശനിയാഴ്ച തിരൂർ സംഘം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പോഷമുറ്റം പദ്ധതിയുടെ ഭാഗമായി HDPE ചെട്ടകളും ജൈവവളങ്ങളും പച്ചക്കറി തൈകളും 75% സബ്സിഡി നിരക്കിൽ വിതരണം നടത്തി. താനാളൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്ത് ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി വിളയിച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. താനാളൂർ കൃഷിഭവന്റെ സഹകരണത്തോടുകൂടിയാണ് കൃഷി ചെയ്തത്. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരത്തിന് അർഹനായ മുസ്തഫ മാഷിന് പുറത്തൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ ആദരം. തനിക്ക് കിട്ടിയ അംഗീകാരമല്ലെന്നും സ്കൂളിലെ കൂട്ടായ്മയ്ക്ക് കിട്ടിയ അംഗീകാരമാണെന്നും മുസ്തഫ മാഷ് പറഞ്ഞു. പറവണ്ണ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2024-2025 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കലും പാസ്വേഡ് 2025 കരിയർ ഗൈഡൻസ് ഏകദിന ക്യാമ്പും സംഘടിപ്പിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പുറത്തൂർ ക്ലസ്റ്ററിന് കീഴിൽ പട്ടർനടക്കാവ് കുണ്ടിലങ്ങാടിയിലെ കായൽമഠത്തിൽ കുഞ്ഞിമുഹമ്മദിന്റെ മത്സ്യവളർത്തു കേന്ദ്രത്തിൽ നടത്തിയ വിളവെടുപ്പ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ജൈവകൃഷിയിൽ നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ താനാളൂർ കേപുരത്തെ സുഷമ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും നിർമ്മിക്കുന്ന പുതിയ സംരംഭം പ്രവർത്തനം തുടങ്ങി. സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര ഉൽപാദന കേന്ദ്രം നാടിന് സമർപ്പിച്ചു. കഴിഞ്ഞ 7 മാസമായി നടന്നുവരുന്ന തിരൂർ ഗൾഫ് മാർക്കറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ബമ്പർ നറുക്കെടുപ്പോടുകൂടി സമാപിച്ചു. കോഹിനൂർ മാൾ പരിസരത്ത് വെച്ച് 1ാം സമ്മാനമായ മാരുതി ബലേനോ കാറിനു വേണ്ടിയുള്ള നറുക്കെടുപ്പ് സബ് കളക്ടർ ദിലീപ് കൈനിക്കര നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.